C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. നിന്നെ, നിന്റെ മക്കളെ ഉൾപ്പെടെ നിന്റെ വീട് ഞാൻ കത്തിക്കുന്നു. അതിലൊരു മാറ്റമില്ല. അമ്മേ, ജയലാലെത്തി. എവിടെ? മണ്ഡപത്തിൽ വന്നു കഴിഞ്ഞു. മുത്തശ്ശി, മോള് കരയണ്ട. കരയണ്ട മോളെ, കരയല്ലേ. സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു മുന്നേ ഞാൻ. ഈ കല്യാണം മുടങ്ങിയ പിന്നെ എന്റെ കുട്ടിയുടെ കല്യാണം നടക്കില്ല എന്ന് ഉറപ്പായിരുന്നു. മോനെ, അച്ഛാ, നിനക്ക് എന്തെങ്കിലും പറ്റിയോടാ? ഇല്ല അച്ഛാ, എനിക്കെന്തെങ്കിലും പറ്റിയെങ്കിൽ പോയ പോലെ തിരിച്ചു വരാൻ പറ്റുമോ? ഇനി ജീവനോടെ കാണാൻ കഴിയില്ലെന്നാ കരുതിയത്. ആയുസ് ഒരുപാട് ബാക്കിയുണ്ട്. പിന്നെ പെട്ടെന്നങ്ങ് പോവാൻ പറ്റുമോ? ചങ്ക് നിലച്ചു നിൽക്കുവായിരുന്നുടാ മോനെ. ആ, അതെ അതെ. തിരിച്ചു വന്നെങ്കിലും ഈ കല്യാണം നടക്കുമെന്നറിയില്ല. മിണ്ടാതിരടി. അത് നീയാണോ തീരുമാനിക്കുന്നത്? അല്ല, പക്ഷെ തീരുമാനിക്കുന്ന ആള് ദേ വരുന്നു. എന്തു പറ്റിയിടാ മോനെ? ഒക്കെ പറയാം. ഇപ്പൊ സമയത്തിന് ചടങ്ങ് നടക്കട്ടെ. ഇവന്റെ ശരീരം പൊട്ടിത്തെറിക്കാൻ പാകത്തിനെ ചില സാധനങ്ങളെ ഇവന്റെ ശരീരത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ബോംബ്. എന്റെ കയ്യിലിരിക്കുന്ന ഈ റിമോട്ട് ഒന്ന് അമർത്തിയാൽ ഇവൻ ചിന്നിച്ചിതറും. ചുരുക്കി പറഞ്ഞാൽ ഇവൻ ഇപ്പൊ ഒരു മനുഷ്യ ബോംബാണ്. ജീവനിൽ കൊതിയുള്ള മനുഷ്യ ബോംബ്. ഇവന് മരിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ട് സദാനന്ദന്റെ വഴിപിഴച്ച സന്തതി ഇന്ന് ഓഡിറ്റോറിയത്തിൽ വരും. എന്നിട്ട് ഇവിടെ നടക്കുന്ന ചടങ്ങുകളൊക്കെ അവൻ കാണും. കല്യാണം മുടക്കാൻ തീരുമാനിച്ചുറപ്പിച്ചവനെ കല്യാണം കാണിക്കുന്നതേ ഒരു രസമല്ലേ? ഇവ കാണണ്ടതേ, ആസ്വദിക്കട്ടെ. എന്റെ ശരീരത്തിനിപ്പോ പകുതി ബലയുള്ളൂ. എന്നാൽ ആ അവസ്ഥയെ പോലും നിന്നേക്കാൾ കരുത്തിനാണ് ഞാനെന്ന് നീ മനസ്സിലാക്കണം. നിനക്കൊരു തെറ്റേ പറ്റിയിട്ടുള്ളൂ. എന്നെ കൊല്ലാൻ ഒരു അവസരം നിനക്കുണ്ടായിരുന്നു. അന്ന് ഹോസ്പിറ്റലിൽ വന്നപ്പോ. അന്ന് നീ അത് ചെയ്തില്ല. അവിടെ ശരീരം തളർന്നു കിടക്കുന്ന എന്നെ കാണാനായിരുന്നു നിനക്ക് താല്പര്യം. അവസരം വരുമ്പോ അത് പ്രയോജനപ്പെടുത്താത്തവൻ ജീവിതത്തിൽ എന്നും പരാജയപ്പെടും. അതാ നിനക്ക് സംഭവിച്ചത്. ആ, ചടങ്ങുകൾ തുടങ്ങി. നടക്കണം അങ്ങോട്ട്. ഞാൻ കണ്ടില്ല.
പക്ഷെ ഇവള് കണ്ടു. വന്നായിരുന്നു ദീപേ. ഞങ്ങൾ അരികിലേക്ക് ചെന്നപ്പോ രചന സ്കൂട്ടർ എടുത്ത് പൊക്കളഞ്ഞു. നിന്നിരുന്നെങ്കി സദ്യ കൊടുത്ത് വിടായിരുന്നല്ലോ. അവൻ പോയോ ആ സദാനന്ദന്റെ മോൻ? ഏയ് ഇല്ല. അമ്മ പറഞ്ഞതുപോലെ രചനയ്ക്ക് സദ്യ കൊടുത്തു വിടാൻ പറ്റിയില്ലെങ്കിലും അവനത് കൊടുത്തേ വിടുന്നുള്ളൂ എന്നും പറഞ്ഞ് നിക്ക ജഗേട്ടനും കൂട്ടുകാരും. ആ പയ്യൻ കൊള്ളാലോ. പക്ഷെ കൊള്ളത്തില്ല എന്ന് പറയുന്നത് അമ്മയാ. ഇനി അയാളെ ഒന്നും പറയല്ലേ അമ്മേ. അയാളില്ലായിരുന്നുവെങ്കില് നമ്മളെല്ലാം ഭയന്ന പോലെ ഇപ്പൊ എല്ലാവരും കരഞ്ഞു നിലവിളിച്ച് നടന്നേനെ. ആ കാർത്തി അങ്ങനെ ഇരിക്കുന്നതേ ശ്വാസം മുട്ടിയാ. അതുപോലെ ചില ഐറ്റങ്ങള് അവന്റെ ശരീരത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു റിമോട്ട് പ്രസ് ചെയ്ത അവൻ പൊട്ടിത്തെറിക്കും. ജഗേട്ടന്റെ കൂടെ ഒരാള് വന്നിട്ടുണ്ട്, കറണ്ട് ജോയ്. വലിയ ഇലക്ട്രീഷ്യനാ. അയാള് പറ്റിച്ച പണിയാ. എന്നാലും ഇത്രയും വലിയൊരു ആക്സിഡന്റ് ഉണ്ടായിട്ടും ജഗൻ പുറത്തിറങ്ങിയല്ലോ. ശരീരത്തിനൊക്കെ നല്ല വേദനയുണ്ട് പാവത്തിന്. എങ്കിലും അവിടെ കിടന്നപ്പോ മുഴുവനും ഈ കല്യാണത്തെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. ആരും അറിയാതെ പലരെയും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ജഗേട്ടന്റെ ആൾക്കാര്. അതുകൊണ്ടാ എല്ലാത്തിനെയും തല്ലി ഒതുക്കിയിട്ട് കല്യാണ പയ്യനെയും കൊണ്ട് വന്നത്. ഇപ്പൊ സന്തോഷായില്ലേ മണവാട്ടിക്ക്? ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന എന്റെ പേടി. അവരാണെങ്കി ജയലാല് പറഞ്ഞതൊന്നും പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല. ജയലാലിന്റെ അമ്മ ചടങ്ങ് നടത്തുന്ന സമയത്തൊക്കെ സംശയത്തോടെയാ എല്ലാവരെയും നോക്കിയത്. മുഖത്ത് ഒരു സന്തോഷമില്ലായിരുന്നു. എന്തായാലും അമ്മായിയമ്മ ചേച്ചിക്കൊരു ഏണിയാ. പിന്നെ കാര്യങ്ങളൊക്കെ കാലേ കുട്ടി മനസ്സിലാക്കിയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോവാം. ജയലാലേട്ടന്റെ ചേട്ടൻ പോലും മറിഞ്ഞു നിന്ന കല്യാണം കണ്ടത്. അയ്യോ, ജയലാലിന്റെ ചേട്ടൻ വന്നിരുന്നോ? വന്നെന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. അമ്പലത്തിലും വന്നു, ഇവിടെയും വന്നു. പക്ഷെ ആർക്കു മുന്നിലും വ്യക്തപ്പെടാൻ പറ്റില്ലല്ലോ. ഓ, വല്ലാത്തൊരു വീട് തന്നെ. ഇങ്ങനെയുള്ള അമ്മമാര് ജയിലിൽ കിടക്കുന്നത് തന്നെയാ നല്ലത്. അണ്ണാ, അളിയനെ ഓഡിറ്റോറിയത്തിനകത്തിരുന്നപ്പോഴേ ഒരു വിമ്മിഷ്ടം, അതുകൊണ്ട് ഇനി പുറത്തോട്ട് എടുത്തതാ. കാർത്തി, ഇനി ചില ചടങ്ങുകൾ കൂടി ബാക്കിയുണ്ട്. ഒന്നും കഴിഞ്ഞിട്ടില്ല. ഒരു പെണ്ണ് ഒരു പയ്യനോടൊപ്പം കല്യാണം കഴിഞ്ഞ് പോകുന്നത് അതിൽ ഒരുപാട് പ്രതീക്ഷയോടെയാണ്. പക്ഷേ ഒരു നിമിഷം കൊണ്ട് നിനക്കൊക്കെ അത് തല്ലി തീർക്കാൻ പറ്റും. എന്നാൽ ഞാൻ പെണ്ണിന്റെ കണ്ണീര് ഇന്നേ വരെ കാണാൻ ശ്രമിച്ചിട്ടില്ല. ഇത്രയും നാൾ ഞാൻ ഗുണ്ടയായിട്ട് നടന്നിട്ട് പോലും അങ്ങനെ പേരെടുക്കാൻ ശ്രമിച്ചിട്ടില്ല ഇതുവരെ. നീയൊക്കെ പെൺകുട്ടികളോട് കാണിക്കുന്ന ക്രൂരതയുണ്ടല്ലോ, അതിന് ഒറ്റയടിക്ക് റിമോട്ട് ഞെക്കി നിന്റെ ദേഹത്ത് പിടിപ്പിച്ചിരിക്കുന്ന ബോംബ് പൊട്ടിച്ച് നിന്നെ തീർക്കല്ല വേണ്ടത്, ജീവനോടെ കത്തിക്കുക. ശരീരം വെന്തുരുകുന്ന വേദന അറിഞ്ഞു തീരണം നീയൊക്കെ. കാർത്തി, ഒന്നും പേടിക്കണ്ട സർ. നിങ്ങളുടെ മോളുടെ കല്യാണം മുടക്കാൻ വന്നതാണെങ്കിലും സമയമായപ്പോ ഇവനത് കാണുന്നൊരാഗ്രഹം. സാറേ, സദ്യയൊക്കെ റെഡിയായോ? ചെറുക്കന്റെ ഒപ്പം വന്നൊരു സദ്യ കഴിച്ചോണ്ടിരിക്കുക. ഓ, എല്ലാരും കഴിക്കട്ടെ. അത് കഴിഞ്ഞ് ഈ ഓഡിറ്റോറിയത്തില് വേറെ മുറിയൊക്കെ ഉണ്ടല്ലോ, അതിലൊരു മുറിയൊന്നും ഇവന് ഒരുക്കണം. ഇവനെ വിശാലമായിട്ട് സദ്യ കഴിക്കാൻ. ഇനിയൊരു അലട്ടലിന്റെ ഒന്നും ആവശ്യമില്ല. പുലിയെ കെണിവെച്ച് പിടിക്കാൻ നോക്കിയിട്ടും സദാനന്ദനും മോനും അതിന് കഴിഞ്ഞില്ല. അവശനായിരുന്ന പുലി പുറത്തിറങ്ങി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അവന്മാര് ഭയന്നാ മതി. ദേ,
അധികം ആത്മവിശ്വാസമൊന്നും വേണ്ട. സദാനന്ദൻ ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ട് പെണ്ണും ചെറുക്കനും പുറപ്പെടുന്നതിന് മുമ്പ് എന്തെങ്കിലും പൊല്ലാപ്പുണ്ടാക്കുമെന്ന എന്റെ പേടി. അയാൾ ഇതൊന്നും അറിഞ്ഞു കാണത്തില്ല അമ്മേ. ഇവിടെ കല്യാണം മുടങ്ങിയെന്ന് കരുതി സന്തോഷിച്ചിരിക്കുകയായിരിക്കും. ദേ, സദ്യ കഴിക്കാനായിരിക്കും ജയലാൽ കാത്തിരിക്കുന്നത്. വൈകിക്കണ്ട, മോള് ചെല്ല്. വായിച്ചേ. ഭാഗ്യം, നീ പറഞ്ഞ പോലെ അവന്റെ അച്ഛൻ ഇനി പ്രശ്നം ഉണ്ടാക്കൂ. ഒന്നും പറയാൻ പറ്റില്ലമ്മേ. മനുഷ്യത്തില്ലാത്ത കൂട്ടരാ. സ്വന്തം ഭാഗം ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന കൂട്ടര്. അത്തരക്കാര് അടുത്തതായി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ലോകത്താർക്കും പറയാൻ പറ്റില്ല. ഇവനെയൊക്കെ കൊല്ലുകയാ വേണ്ടത്. ജയിലിൽ കിടക്കായിരുന്നു ഈ പറഞ്ഞ കാർത്തി. ഇത്തിരി ദിവസം പരോള് കിട്ടിയപ്പോ അതിനുള്ളിലാ ഈ വേലത്തിരക്ക് ഒപ്പിച്ചത്. നീ ആ ജയലാലിന്റെ അമ്മയുടെ അടുത്തായിരുന്നു മോളെ? ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആരെങ്കിലും അവരുടെ കാതിൽ എന്തെങ്കിലും എത്തിച്ചു കൊടുക്കുന്നുണ്ടോന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവരും അവരുടെ ബന്ധുക്കളും ഒക്കെയാ അടുത്തിരുന്ന് ആഹാരം കഴിക്കുന്നത്. കുഴപ്പമില്ലാന്ന് കണ്ടപ്പോഴാ ഞാൻ ഇങ്ങോട്ട് പോന്നത്. ഒറ്റ വാക്ക് മതി എല്ലാം തകരാൻ. ജഗ പ്ലീസ്. പാവപ്പെട്ട കല്യാണ ചെറുക്കൻ ഇതുപോലെ യാചിച്ചതല്ലടാ നിന്നോട്. അണ്ണാ അയാൾക്ക് കുറച്ചുകൂടെ തന്റെ ഇടമാണ്. അതുകൊണ്ട് ലാലണ്ണ ഇതേപോലെ എന്തായാലും യാച്ചൊന്നും കാണത്തില്ല. കൈ തരിക്കുവാടാ ഇതൊന്നും ഞെക്കാൻ. നിനക്ക് ദേഷ്യം വരുവാണെങ്കിൽ ഒരു ഞെക്കങ്ങ് ഞെക്കിയേ. അണ്ണാ എന്നാ പായസം. നല്ല പായസം. അതുകൊണ്ടല്ലേ അവൻ വേണ്ടാന്ന് പറഞ്ഞിട്ടും ഇലയെന്ന് വടിച്ചു വടിച്ച് നക്കിയത്. എന്നാ പിന്നെ പോവാം. എങ്ങോട്ട്? അത് വണ്ടി പൊക്കോണ്ടിരിക്കുമ്പോ നിനക്ക് മനസ്സിലാവും എങ്ങോട്ടാ പോണേന്ന്. നീ മുന്നിൽ നടക്കണം. പിന്നൊരു കാര്യം, പോകുന്ന വഴിക്ക് ഓടി രക്ഷപ്പെടാൻ എങ്ങനെ നോക്കിയാ? എങ്ങനെ ഓടാനണ്ണ? 1/2 കിലോമീറ്റർ വരെ ഇതിന് റേഞ്ച് കിട്ടും. ഇതൊന്നും നെക്കിയാൽ പിന്നെ ഇവ ഭസ്മമാ. ഭസ്മാസുര നടക്കടാ. ചെല്ലേറിന്റെ കൂടെ. നീ നിന്റെ വണ്ടി കയറാ. എന്നിട്ട് താനെ നീ തന്നെ ഡ്രൈവ് ചെയ്തു. വണ്ടി ഓടിച്ചു പോകുമ്പോ നീ എന്തെങ്കിലും വേലത്തരം കാണിച്ച വണ്ടി ഉൾപ്പെടെ കത്തിത്തീരും. ഇല്ല, നിങ്ങൾ പറയുന്നൊക്കെ അനുസരിച്ചോളാം. അനുസരിച്ചേ പറ്റൂ. ജഗാ, എന്തായി? ആഹാരമൊക്കെ കഴിച്ചോ? ജഗൻ ഒന്നും കഴിച്ചില്ലെന്ന് പറഞ്ഞു ദിയ. ഞാൻ കഴിച്ചില്ലെങ്കിലും ദേ ഇവൻ കഴിച്ചു. അയ്യോ, പായസമൊക്കെ ആവശ്യത്തിന് കുടിച്ചിട്ടായിരിക്കുന്നത്. കൊതിയൻ. എന്താ നോക്കി പേടിപ്പിക്കുന്നത്? ഏടാ, തുറച്ചു നോക്കൊന്നും വേണ്ട. ഇനിയിപ്പം നിന്നെ കൊണ്ടുള്ള ശല്യം ജയലാലിനും ദീപിക്കൊന്നും ഉണ്ടാവരുത്. ഇല്ല. അവൻ ആ പറഞ്ഞ വാക്കാ ജയലാലേ. ഇനി ഇവനും ഇവന്റെ അച്ഛനും നിങ്ങൾക്കൊരു എതിരാളിയായിട്ട് വരില്ല. നല്ല തണ്ടും മുടുക്കൊക്കെ ഉണ്ടല്ലോടോ. ഇഷ്ടംപോലെ സ്വത്തും പണമൊക്കെ ഇല്ലേ? പിന്നെ ഒരു കല്യാണമൊക്കെ കഴിച്ച് മാന്യമായിട്ട് തനിക്ക് ജീവിച്ചൂടെ? വളഞ്ഞ വഴിയിലൂടെ ഉണ്ടാക്കിയ സ്വത്തും പണമൊക്കെയാ ഇവന്റെ അച്ഛന്റെ കയ്യിലുള്ളത്. അതിന്റെ ബലത്തിൽ തഴച്ചു വളരുന്ന മക്കള് പിന്നെ നേർവഴിക്ക് നടക്കുവോ ജയലാലെ? സ്റ്റാർട്ടാക്കിക്കോ. പറയുമ്പോ വിട്ടാ മതി. ജയലാലിന്റെ അമ്മയെപ്പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. അത് ദിയ പറഞ്ഞ് മാത്രമല്ല, മരുമോളുടെ തലയടിച്ച് പൊളിച്ചിട്ട് ജയിലിൽ പോയൊരു അമ്മായിമ്മയ്ക്കൊപ്പമാണ് താമസം. ആ ബോധമുള്ളിടത്തോളം കാലം എന്റെ മോള് ജയലാലിന്റെ വീട്ടിൽ നിൽക്കുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ജയലാൽ നല്ലവനാ. ദീപമോൾക്ക് ഒരു കുറവും വരില്ല. ദേ, ഇപ്പൊ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അതൊക്കെ പോട്ടെ, അവർക്ക് ഉടനെ യാത്രയാവില്ലേ? എല്ലാരും റെഡി ആയിക്കൊണ്ടിരിക്കുക.
അവളെ ആശ്വസിപ്പിക്കാനും അവൾക്ക് ആത്മവിശ്വാസം കൊടുക്കാനും അവളുടെ പുന്നാര അമ്മയെ അനീത്തിയൊക്കെ അവിടെ ഉണ്ടല്ലോ. നിങ്ങൾക്കൊരുതരം കോംപ്ലക്സ് ആണ് വക്കീലെ. നിങ്ങൾ ഈ കല്യാണത്തിന് വേണ്ടി ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ നിൽക്കുന്നത് പോലും അർത്ഥ മനസ്സോടെയാ. അതുകൊണ്ട് ആരുടെയും മുന്നിലേക്ക് പോകാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. അമ്മ ഒറ്റയ്ക്കാണ് മകളുടെ വിവാഹം നടത്തിയതെന്ന് ഞങ്ങൾക്കൊക്കെ അറിയൂ. അല്ലാതെ മരുമോന്റെ ബന്ധുക്കൾക്കൊന്നും അറിയില്ല. അവരുടെയൊക്കെ വിചാരം നിങ്ങൾ മുന്നിൽ നിന്ന് എല്ലാം ചെയ്തെന്നാ. മരുമോന്റെ ബന്ധുക്കളൊക്കെ അങ്ങനെ ധരിച്ചു കാണും. പക്ഷേ മരുമോനെ അറിയാലോ, അമ്മായച്ചൻ ഒരു കിഴങ്ങനാണെന്ന് അല്ലേ? അങ്ങനെയാണല്ലോ ജയലാലിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്, ഡോക്ടർ ഉൾപ്പെടെ. ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. നിനക്ക് എന്താ പറ്റിയത്? മുഖമൊക്കെ മുറിഞ്ഞിട്ടുണ്ടല്ലോ. എന്താടാ പറ്റിയത്? സദാനന്ദ, എന്താ പറ്റിയെന്ന് ഞാൻ പറയാം. എടോ സദാനന്ദ, പറഞ്ഞേട്ടോ എന്താ പറ്റിയെന്ന് അണ്ണം പറയും. അപ്പൊ നീ അത് കേക്കണം. ഇങ്ങോട്ട് പെൺകുട്ടികൾക്ക് എത്ര ഭാഗ്യമുണ്ടെന്ന് പറഞ്ഞാലും അവർ ഒരു നാൾ അച്ഛന്റെ അമ്മയുടെയും അരികിൽ നിന്ന് പോകും. മോളിനി ജയലാലിന്റെ വീട്ടിലെ അംഗ. അവരെ സ്വന്തമെന്ന് കരുതി സ്നേഹിക്കാനും സംരക്ഷിക്കാനും എന്റെ മോൾക്ക് കഴിയണം. നീ എന്തിനാ ഭാഗ്യം ഇങ്ങനെ സങ്കടപ്പെടുന്നത്? എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എന്റെ മോനെ പോലും ഒരുത്തനല്ലല്ലോ മോളെ കൂട്ടിക്കൊണ്ടു പോകുന്നേ. അതാണമ്മേ എല്ലാ വേദനയ്ക്കിടയിലും നേരിയൊരു ആശ്വാസം തരുന്നത്. മോളുടെ അച്ഛനെ പോലെയല്ല ജയലാൽ. ലോകം മുഴുവൻ കാറിത്തുപ്പിയാലും ഭർത്താവിന് ചുറ്റുമുള്ളവർ ചവിട്ടി തേച്ചാലും ഇത്തിരി സാന്ത്വനമായിട്ട് ഭാര്യയുടെ അവകാശം അരികിലുണ്ടെങ്കിൽ അതൊക്കെ സഹിക്കും. അത് അമ്മയുടെ അനുഭവത്തിൽ നിന്ന് പഠിച്ച പാഠം. മോൾക്ക് നന്മ മാത്രമേ വരൂ. നമുക്ക് വൈകി വന്ന ഒരു അതിഥിയുണ്ട്, ഒരു ചീഫ് ഗസ്റ്റ്. ആരാ മോനെ? ദേ നോക്ക്. എന്റെ മോളെ ഞാൻ അങ്ങ് ഏൽപ്പിക്കുകയാണ്. അവളുടെ കണ്ണ് നിറയാതെ നോക്കണം. ദീപയുടെ അച്ഛാ, നിങ്ങളുടെ ടെൻഷൻ എനിക്ക് മനസ്സിലായി. എന്റെ രണ്ടാൺമക്കളും എന്തൊക്കെ പറഞ്ഞാലും ഭാര്യമാരെ കണ്ണീര് കുടിപ്പിക്കുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ദാ ആ നിൽക്കുന്നവളുണ്ടല്ലോ, അവൾ എത്ര കിടന്ന് ചാടിയാലും അവക്കേ നഷ്ടം വരൂ. ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും അവളെ അനുസരിക്കണം. അവളാണെങ്കിലോ ആരെയും അനുസരിക്കത്തില്ല. പഴയ പട്ടാളക്കാരന്റെ കയ്യായത്.
അളന്നു തൂക്കിയൊന്ന് കൊടുത്താലുണ്ടല്ലോ. സോറി കേട്ടോ. പിന്നെ ഞാൻ ജയിലിൽ പോയി കിടക്കണം. അതുകൊണ്ടാ ഞാൻ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നത്. എവിടെ പോയി കിടക്കുന്നടാ അവള്? പുറപ്പെടാന്ന് പറഞ്ഞിട്ട് നേരം കുറെ ആയല്ലോ. ഇവിടെ ചടങ്ങ് തുടങ്ങിയത് തന്നെ താമസിച്ചാ. അമ്മേ വരുന്നുണ്ട് അമ്മയും മോളും കൂടി. മോൾക്ക് അമ്മ അവസാനത്തെ ഉപദേശം കൊടുത്ത് കൊണ്ടുവരുമായിരിക്കും എങ്ങനെ കുടുംബം കലക്കണമെന്ന്. അങ്ങനെ ഒരു അമ്മയല്ല അമ്മേ ദീപയുടെ അമ്മ. പിന്നെ എങ്ങനെ ഒരു അമ്മയാ മോനെ? ഓ, കുറച്ചുകൂടെ താമസിച്ചു വന്നാ മതിയായിരുന്നല്ലോ. കെട്ട് കഴിഞ്ഞു. ഇനിയിപ്പൊ കെട്ടിയോനും കൂട്ടരും കൂടെ കുറച്ചു സമയം അവിടെ നിക്കട്ടെ എന്ന് കരുതി കാണും. നിന്ന് കാലു കഴിച്ചു. വാ ഇറങ്ങാം. രാഗിണി എന്ന അമ്മ ഡേഞ്ചർ ആണെങ്കിലും അവരുടെ 2 ആൺമക്കളും സമാനതകളില്ലാത്ത സ്വഭാവക്കാരാ. ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാർക്ക് അവരെ പോലെ നന്മയുണ്ടാവില്ല. ജയലാലിന്റെ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. ഞങ്ങൾ മാറി നിന്ന് സംസാരിക്കുമായിരുന്നു. എന്തായാലും താലികെട്ടിന് ശേഷം ഇവിടെ നടന്ന എല്ലാ ചടങ്ങുകളും കണ്ടിട്ടാണ് ഹരിലാൽ പോയിരിക്കുന്നത്. കൂട്ടത്തിൽ കല്യാണ പെണ്ണിനെ കണ്ട് അനുഗ്രഹവും കൊടുത്തു. എനിക്കൊന്ന് കാണണമായിരുന്നു. അതിന് തടസ്സമൊന്നുമില്ല. ഇനിയിപ്പോ നിങ്ങൾ ബന്ധുക്കളായല്ലോ. സ്വന്തം വീട്ടിലേക്ക് ചെല്ലാനേ മൂത്ത മോന് വിലക്കുള്ളൂ. താലി കെട്ടുന്നതിന് മുമ്പ് അവൻ എനിക്ക് ദക്ഷിണയൊക്കെ തന്നു. അത് ഹരിയേട്ടന്റെ അമ്മ കണ്ടു കാണുമല്ലേ? അതൊന്നും കണ്ടില്ല. താലി കെട്ടൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു. എന്നാൽ അതിന് ശേഷമാണ് എല്ലാ നാടകവും അരങ്ങേറിയത്. എന്നുവെച്ചാ ആ ദീപയുടെ കാര്യങ്ങളൊക്കെ അമ്മ അറിഞ്ഞോ? എന്റെ പൂജയെ അതൊക്കെയാണ് നമ്മളെല്ലാരും ഭയന്നിരുന്നത്. പക്ഷെ സംഭവിച്ചത് മറ്റൊന്നാണ്. താലികെട്ട് കഴിഞ്ഞ ഉടനെ കല്യാണ പയ്യനെ തട്ടിക്കൊണ്ടുപോയി. ആ, അവനെ തല്ലി ഒരുത്തനുണ്ടല്ലോ, അവനും അവന്റെ കൂട്ടാളികളും തന്നെ. എന്നിട്ട് ജയനോ? സിനിമയിലെ ക്ലൈമാക്സിനെക്കാളും മുകളിലായല്ലോ. ശ്വാസം അടക്കി പിടിച്ചു നിന്ന നിമിഷങ്ങളായിരുന്നു. അമ്മയുടെ കണ്ണിപ്പെടാതെ മാറിയുന്ന ഞാൻ സംഭവം അറിഞ്ഞിട്ട് പരിസരം മറന്ന് എല്ലാവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടേനെ. കുറച്ചു സമയം കൂടി അവൻ വന്നില്ലായിരുന്നെങ്കിൽ അമ്മ അവിടെ കിടന്ന് ചാടി തുള്ളുമായിരുന്നു. എല്ലാം കൈവിട്ടു പോയി എന്ന് തോന്നിയ നിമിഷത്തിലാ ദൈവത്തിനെ പോലെ ബുള്ളറ്റ് ജഗൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ജയലാലിനെ കൊണ്ട് വന്നത്. ഗുണ്ടയാണെങ്കിലും അയാൾ മനുഷ്യത്വമുള്ളവനാണെന്ന് ജയൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിന്ന് നേരിട്ട് ബോധ്യപ്പെടുകയും ചെയ്തു. ഇവിടെ നായകൻ നായികയുമായിട്ട് കതിർമണ്ഡപത്തിൽ ഇരിക്കുമ്പോ കാഴ്ചക്കാരനായിട്ട് വില്ലനുണ്ടായിരുന്നു. ഈ പറയുന്ന കാർത്തികേയൻ എന്ന ഫ്രോഡ്. അവസാനം സദ്യ വരെ കഴിച്ചിട്ടാ അവൻ പോയത്. അതെങ്ങനെ? ജഗൻ അതൊക്കെ അവനെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിച്ചു. വല്ലാത്തൊരു സംഭവമായി പോയല്ലോ. എല്ലാരെയും ഉൾമുനെ നിർത്തിയിട്ടാ വിവാഹം നടന്നത്. സസ്പെൻസ് ഇവിടം കൊണ്ട് തീർന്നില്ലല്ലോ. ദീപയ്ക്കുണ്ടായ ദുരന്തം ഹരിയേട്ടന്റെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ കുട്ടിയെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കും. സ്നേഹിക്കുന്നവരെ കൈവിടുന്ന കൂട്ടത്തിലല്ല ഞാനും എന്റെ ജയിനും ഒക്കെ. ഇനിയിപ്പോ അമ്മ ദീപയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാലും അമ്മ അറിയാതെ അവര് തമ്മിലുള്ള ബന്ധം തുടരും. അണ്ണന്റെ ആള് വിളിക്കുന്ന ആരാടാ? ആ, അതുള്ള ഇതാ ഇപ്പൊ നന്നായിരിക്കും. അണ്ണന്റെ ആള് തന്നെ. ഹലോ, എവിടെയാ ഇപ്പോ? ഞങ്ങൾ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങോട്ടാ പോന്നേ? എന്തു പറ്റി? ദേ, തലയിലെ മുറിവൊന്നും ഉണങ്ങിയിട്ടില്ല. മര്യാദയ്ക്ക് ഹോസ്പിറ്റലിൽ പോയി കിടക്കണം. ഡോക്ടറും പറഞ്ഞു ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് ഇറങ്ങി ഓടിക്കളഞ്ഞതാണെന്ന്. ഇറങ്ങി ഓടിയത് നല്ലതെന്നല്ലേ? ചേച്ചി ഇപ്പൊ ഭർത്താവിന്റെ വീട്ടിലെത്തിയോ? എത്തിക്കാണും. ചേച്ചിക്ക് എല്ലാ മംഗളങ്ങളും നേരുന്നു.
ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നോ? ഹോസ്പിറ്റലിലേക്ക് തന്നെ പോവോ? ഞാൻ അങ്ങോട്ട് തന്നെയാ പോകുന്നേ. ഇവിടെ പുറകിലൊരുത്തിന് ഇരിപ്പുണ്ട്. അവൻ തീയെ പോലെ വാശിയുള്ളവനാ. 2 ദിവസം ആശുപത്രി കിടക്കണമെന്നാ അവനും പറയുന്നേ. അങ്ങനെയാ ചങ്കായ കൂട്ടുകാര്. എല്ലാരും ഒക്കെ പിരിഞ്ഞു പോയോ? എല്ലാരും പോയി. ഞാനും അമ്മയും ഓഡിറ്റോറിയത്തിലുണ്ട്. ഇനി നമ്മൾ തമ്മില് പിണക്കൊന്നുമില്ല കേട്ടോ. കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ കാണാം, വിളിക്കണമെന്ന് തോന്നുമ്പോഴൊക്കെ വിളിക്കാം. ഇത് രണ്ടും അവിടെ നിന്നുണ്ടായില്ലെങ്കിലും എനിക്ക് കാണണമെന്ന് തോന്നുമ്പോ ഇടിച്ചു കയറി ഞാനങ്ങ് വരും. അതുപോലെ തന്നെ ശബ്ദം കേൾക്കണമെന്ന് തോന്നുമ്പോ വിളിക്കുകയും ചെയ്യും. ഓക്കെ? ഓക്കെ. അണ്ണാ ഇപ്പം വേദന കുറച്ച് കുറവുണ്ടോ അണ്ണാ? എന്താ നീ അങ്ങനെ ചോദിച്ചേ? അല്ല, നമ്മൾ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ ഇങ്ങോട്ട് വിളിച്ചാലേ മറ്റു വേദനകളൊന്നും അറിയത്തില്ല. എനിക്കല്ലെങ്കിലും വേദനയൊന്നുമില്ല. ഇപ്പൊ കുറച്ചുകൂടെ കുറഞ്ഞു കാണും. സ്വർണത്തിന്റെ മാറ്റി നോക്കിയാട്ടെ. നോക്കാനൊന്നുമില്ല, പുതുപുത്തൻ സ്വർണം തന്നെയാ. ഇങ്ങനത്തെ ആച്ച ഞാൻ കൊടുക്കാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവന്നത് ഗംഗയാണെങ്കിൽ അത് വാങ്ങി കുടിച്ചാൽ മാത്രം മതി എല്ലാരും. ഗംഗേ, ആദ്യ പരീക്ഷണത്തിൽ നീ ജയിച്ചു ചെയ്യാം. പാവം കുറവൊന്നുമില്ല. അത്ര മാറ്റുള്ള പൊന്നാണെന്ന് ഇയാള് പറയുകയും ചെയ്തു. അതെ, മായം കലർന്നിട്ടില്ല. അവരങ്ങനെ മായം കലർത്തുന്ന ആൾക്കാരൊന്നുമല്ല. അതേ പറ്റിയൊന്നും നീ കൂടുതൽ സംസാരിക്കണ്ട. ആ ഹേമേ, എല്ലായിടത്തും കവറിൽ വെച്ചിട്ട് അവന്റെ കയ്യിൽ കൊടുക്കും. അത്യാവശ്യം സ്വർണ്ണമൊക്കെ ദേഹത്ത് കിടന്നാ മതി. അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള ബാങ്ക് ലോക്കറിൽ വേണം ഇതൊക്കെ വെക്കാൻ. അല്ലാതെ അവളുടെ നാട്ടിൽ കൊണ്ടുപോയി വെക്കരുത്, കേട്ടല്ലോ? ഇപ്പോഴത്തെ പെണ്ണു വീട്ടുകാർക്ക് ഒരു പണിയുണ്ട്. ഇതെല്ലാം അണിയിച്ച് വിട്ടിട്ട് പിന്നെ വിരുന്നിന് ചെല്ലുമ്പോ ഇതെല്ലാം ഊരി വാങ്ങിച്ചിട്ട് കൊണ്ടുപോയി വിറ്റുകളയും. നമ്മള് ചോദിക്കുമ്പോ ലോക്കറിലാണെന്ന് പറയുകയും ചെയ്യും. ആ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ സ്വർണത്തിന്റെ പേരിൽ കശവിഷയം ഉണ്ടായ സ്ത്രീധനം ചോദിച്ചു എന്നും പറഞ്ഞ് കോടതിയിലും കയറ്റും. ഇവിടെ അങ്ങനെയുള്ള പണിയൊന്നും നടക്കത്തില്ല. അങ്ങനെ കോടതി കയറുന്നതിന് മുമ്പ് കോടതി കയറ്റുന്നത് ആരായാലും അവിടെ തലമണ്ട അടിച്ച് പൊട്ടിച്ചിട്ടേ ഞാൻ അങ്ങോട്ട് പോകത്തുള്ളൂ. രാഗം, കിട്ടിയത് തനി തങ്കമാണെന്ന് മനസ്സിലായി. ഇനി അതിനെപ്പറ്റി സംസാരിക്കണോ? സംസാരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ജ്യൂസ് എല്ലാവർക്കും കൊടുത്തോ? പിന്നെ കൊടുത്തല്ലോ. ആ, എന്നാ ഗ്ലാസ് വാങ്ങിച്ചോണ്ട് പോവാൻ നോക്ക്. അല്ല, എല്ലാരും കുടിച്ചു കഴിഞ്ഞോട്ട്. ആ, അതവന് കൊടുത്തേക്ക്. ഇന്നൊരു ദിവസം അവള് റെസ്റ്റ് എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ മുതല് അകത്തമ്മ ചമഞ്ഞിരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതിന് നീയായിട്ട് തിരുത്താനൊന്നും നിക്കണ്ട. നിന്റെ ഭാര്യയ്ക്ക് തല്ല് കൊള്ളാതിരിക്കാൻ നീ കൂടെ ശ്രദ്ധിക്കണം. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.